ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഈ വീഡിയോ ഞാൻ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് വാവ നടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും. അതായത് സാക്ഷാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് കേട്ടോ. ഞങ്ങളിതേ ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ കൂടിയാണ് നമ്മളെ വാവ ഇങ്ങനെ നടക്കുന്നത്. അതേ ഞങ്ങളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കൗസ്തുഭത്തിലാണ് റൂം എടുത്തത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെല്ലാവരും എന്താ കഴിക്കണത്, വേറെ ഒന്നല്ല, നല്ല അടിപൊളി മധുരമുള്ള ചക്കയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവളുടെ അമ്മ അനിത്യ കല്യാണം കഴിച്ച ആലപ്പുഴയ്ക്കാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല മധുരമുള്ള അടിപൊളി ചക്ക. അപ്പോൾ അവർ ചോളയൊക്കെ പറിച്ച് ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലക്കി ബേബിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ആൾ ചക്കയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇതിലധികം ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല, എടുക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷെ ഇവിടെ എത്തിയ ഒരു അറിപറി റൂമിൽ ഫോൺ വെക്കലും തൊഴാനുള്ള ഒരു ഇതിലോട് പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് അതൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ അവിടെ എത്തി, അതായത് എത്തി അന്ന് തന്നെ ഞങ്ങൾ 30-ാം തീയതിയാണ് എത്തിയത്. 31-ാം തീയതിയാണ് വാവൻ്റെ ജന്മനക്ഷത്രം രോഹിണി വരുന്നത്. നല്ല മഴയൊക്കെയുള്ള സമയം കേട്ടോ അന്ന്. അപ്പോൾ ഇതേ ഞങ്ങൾ എത്തി, നേരെ ക്ഷേത്രത്തിലേക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴാൻ പോയി. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ എഴുന്നള്ളത്തൊക്കെ ഉണ്ടാവുമല്ലോ, ആ ശിവേലി, അതൊക്കെ കണ്ടു. വിളക്ക് കത്തിച്ചു. അവിടെ നമുക്ക് ചുറ്റുവിളക്ക് കത്തിക്കാൻ പറ്റും. പിന്നെ തൃപ്പുക ഉണ്ടല്ലോ, അത് നെയ്യൊക്കെ മേടിച്ചു. അതൊക്കെ സേവിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് റൂമിലെത്തിയത്. എത്തിയപ്പോൾ എല്ലാവരും ക്ഷീണമായി. ഞാൻ എല്ലാവരും ഉറങ്ങാൻ കിടക്കുക. അപ്പോഴാണ് നമ്മളാൾക്ക് ഉറക്കമൊന്നുമില്ല. പുലർച്ചെ 2 മണിയായിട്ട് ആൾ കളിക്കുന്നത്. അപ്പം ഇനി അവർക്ക് ശല്യം ഉണ്ടായിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി. ഇതേ ലിഫ്റ്റിൻ്റെ അവിടേക്ക് ഓടി കളിക്കാം. പിന്നെ ഞങ്ങളെ സൗണ്ട് കേട്ടിട്ട് ഞാൻ അവരാരെയും അറിയിക്കാണ്ട് പോയതാണ്. വരാന്തയിൽ കളിക്കുന്നു. ഇപ്പോൾ അതെ അച്ഛനും അമ്മയും പാവ അവർ ഉറക്കൊഴിച്ച് വന്ന് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ വെച്ചിട്ട്. ലക്കി ബേബിക്ക് നാളെയല്ല പിറന്നാളായി. ഇന്ന് തലേന്ന് പുലർച്ചെയായില്ലേ. അപ്പോൾ ആൾ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ നിൽക്കുന്നത് എവിടെയാണോ, അതേ ഉണ്ണിക്കണ്ണൻ്റെ വളരെ നല്ല ഭക്തരായിട്ടുള്ള ഒരാളാട്ടോ. ഞാൻ ജപമാല മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാനൊരു കാര്യം മനസ്സിലാഗ്രഹിച്ചിരുന്നു, അതെനിക്ക് അവിടെ നിന്നും കിട്ടി, ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും. അതേപോലെ അങ്ങനെ 1-2 അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാൻ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം ഗുരുവായൂർ പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ഒരുപാട് സന്തോഷമായി. അത് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല. എന്തായാലും ഗുരുവായൂരപ്പ അടുത്തുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കും, നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് അറിയാം. എന്നാലും ഓരോ അനുഭവങ്ങൾ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. അതേ ലക്കി ബേബിക്ക് ഒരാൾ മഞ്ചൊക്കെ കൊടുക്കും, ഒരു ചേട്ടൻ. എല്ലാവർക്കും ഇഷ്ടമായി അവനെ. ദൈവാനുഗ്രഹം. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ദിവസം മോൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ തലേന്ന് വന്നിട്ട് അന്ന് തന്നെ പിറ്റേന്ന് തന്നെ പോകാമെന്ന് കരുതിയാണ്. പക്ഷെ അന്നും എനിക്കെന്തോ ക്ഷീണമൊക്കെ തോന്നിയപ്പോൾ അന്നും നിന്നു. അങ്ങനെ മൊത്തം 3 ദിവസം ഗുരുവായൂരപ്പനെ 2 നേരമായിട്ട് തൊഴാനൊക്കെ പറ്റി. അവിടുത്തെ ഭക്ഷണമൊക്കെ തന്നെ കഴിച്ച് നാമൊക്കെ ചെല്ലി നല്ല ഒരുപാട് തൊഴുതുന്ന ആ തിരക്കില്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടത്തേക്ക് ക്ഷേത്രത്തിൽ നിൽക്കുന്ന പോലെ തന്നെ ഏറ്റവും മുന്നിലൊക്കെ പോയി നിന്നിട്ടും കുറേ നേരം പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ വാവ ഉള്ളതുകൊണ്ട് വാവേനെ എല്ലാവരും നല്ല കെയർ ചെയ്ത് മോനെ തൊഴുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ടോ. ഇതുവരെ ഒരുപാട് തവണ അങ്ങനെ, എന്നാലും ഇത്രയും നല്ല രീതിയിൽ തൊഴാൻ പറ്റില്ല. കൂടെ ഏട്ടൻ്റെ അമ്മയായാലും ഞങ്ങളെ അമ്മയും ആദിയുടെ അമ്മയൊക്കെ എല്ലാവരും ഹാപ്പിയായി. കാരണം ഇത്രയും നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അവിടെ ഒരു കുഞ്ഞാവനെ കണ്ടപ്പോൾ അവനെ തൊട്ടൊക്കെ നോക്കണം, അങ്ങനെ കമ്പനി ആവുക. ലക്കി പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും നല്ല വർത്താനം കളിയൊക്കെ ആയിട്ട് വരിയിൽ നിൽക്കുമ്പോഴൊക്കെ എല്ലാവരോടും നല്ലതാണ്. ഒരു അമ്പാടിക്കണ്ണൻ തന്നെ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ വാശിയോ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല. ദൈവാനുഗ്രഹം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ വാവൻ്റെ പെരുന്നാളിൻ്റെ തലേന്ന് വന്നു. എന്നിട്ട് പെരുന്നാൾ ആഘോഷിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ കരുതിയത് അല്ലേ. ഇവിടെ നിൽക്ക്, നീ പറയണോ നിൻ്റെ പെരുന്നാളല്ലേ. എന്നിട്ട് എന്താ ഉണ്ടായത്, പിന്നെ നമ്മൾ നിന്നു. എന്നിട്ട് നമ്മൾ നാളെ പോലെ തലേന്ന് വന്നു പെരുന്നാൾ അന്ന് നിന്നു. പുള്ളി നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ്. മാവിന്റെ കഴുത്തിൽ ഇത് എന്ത് മാലയാ? ചന്ദനത്തിന്റെ മാലയാണ്. ഒരു അങ്കിള് വാവച്ച് എന്താ ഗിഫ്റ്റ് തന്നു, ഉണ്ണിക്കണ്ണന് ഗിഫ്റ്റ് തന്നു. കൊറേ ഡഷ് കിട്ടിയതാ. ഈ ഡഷ് അച്ഛമ്മ തന്നു, കൊറേ അമ്മമ്മ തന്നു, മണിയമ്മ ആദ്യമ്മ തന്നു, എല്ലാവരും തന്നു. പറഞ്ഞാളി അയ്യോ അത് പോണേ. അപ്പൊ ഗൈസ് ഞങ്ങൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.
ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ എല്ലാരും. അപ്പോൾ ഇതാ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് ചെറുങ്ങനെ ഒരു മഴ ഉണ്ട് ഇറങ്ങാന്ന ആ ദിവസം കേട്ടോ. വന്നന്ന് നല്ല പെരുമഴയും കാര്യത്തിലാണ് വന്നത്. ഞങ്ങൾക്ക് ആകെ ടെൻഷൻ. ഞങ്ങൾ വരുന്ന അവിടെയൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു ഞങ്ങളെ വീടിൻ്റെ അകത്ത്. പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് എത്തി. പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. ഗുരുവായൂർ എത്തിയപ്പോഴും ബുദ്ധിമുട്ടുണ്ടായില്ലേ. പിന്നെ അത് ഇറങ്ങാൻ ആ ദിവസമായപ്പം ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉഷാറായിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.